ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളോടുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയ്ക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് എന്താ പറയുക, കൂട്ടുകൂടാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ, ക്ലാസ്സിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, നമ്മൾ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് സ്നേഹം, ബഹുമാനം ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് അകറ്റുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ പോവുകയാണ്. എനിക്കറിയാവുന്നൊരു കുട്ടിയാണ്. അപ്പം അന്നേരം ഈ കുട്ടീൻ്റെ അടുത്തിരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് അനുഭവപ്പെട്ടു. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ചോദിക്കണം എന്ന് തോന്നി. കുട്ടി പീരീഡ്സ് ആണോ എന്ന് ചോദിക്കണം എന്ന് തോന്നി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു പീരീഡ്സ് ആണോ, മോള് പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരട്ടെ. ഇഷ്ടപ്പെടില്ല എന്നറിയില്ല, എങ്കിലും എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലെ കണ്ടിട്ട് സ്വീകരിച്ചാൽ മതി. മോളൊരു കാര്യം ചെയ്യണം. കുറച്ച് കുളി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ കഷത്തിൻ്റെ ഉള്ളിൽ, മനസ്സിലായല്ലോ, കൈകൾ രണ്ടും പൊക്കിയിട്ട് കഷത്തിൻ്റെ ഉള്ളിൽ കുറച്ച് പുരട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു കുറച്ച് സമയം നമ്മൾ വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അത് മാറ്റിയേക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ പോകുന്നൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം അന്നേരം അവൾ പോകുന്ന തിരക്കിൽ അവൾ കാലത്ത് എഴുന്നേറ്റപ്പോൾ യൂസ് ചെയ്ത സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം അവൾ മാറിയിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ പറഞ്ഞു അതൊന്ന് മാറിയേക്കണം. കാരണം ചിലപ്പോൾ അതിനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഏത് സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചില ആളുകൾക്ക് ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലം ഒരുപാട് അങ്ങ് സ്പ്രെഡായ സ്മെല്ല് വരും നമുക്ക്. അപ്പോൾ നമുക്കത് ഒരു അറപ്പുളവാക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോനൊന്നും തോന്നരുത്. അങ്ങനെ തന്നെ പറഞ്ഞു, മോനൊന്നും തോന്നരുത്. എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലെ കണ്ടിട്ട് ഞാൻ പറയണതാണ്. എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നൊന്ന് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കാലത്ത് അമ്മമാർ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ ശരീരത്തിൽ അന്ന് ആ സമയത്തൊക്കെ ഓട്ടം ചാട്ടവും ബഹളമൊക്കെ ആണല്ലോ. ഇന്നത്തെ പോലെ കുട്ടികളുടെ പോലെ മൊബൈൽ നോക്കിയിരിക്കാനുള്ള സമയം നമുക്കില്ല. നമുക്കൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കല്ല് കളിക്കണം, അല്ലെങ്കിൽ തുമ്പി കളിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ ഓടിപ്പോകാൻ പണി. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓടി ചാടി കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓടി വന്നു കഴിഞ്ഞപ്പം എൻ്റെ ശരീരം മുഴുവൻ വിയർത്തങ്ങ് ഇതായിരിക്കുക. അപ്പം എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഭയങ്കര വിയർപ്പുന്നായിട്ട്, നീ പോയിട്ട് വേഗം എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കാലത്ത് എണ്ണ തേച്ച് കുളിച്ചെങ്കിൽ ഞാൻ കുളിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. വീട്ടിലൊഴിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം കയറുന്നു കേട്ടോ, ഇപ്പോഴല്ല അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു, എടി നിന്നോട് ഞാൻ പറയണതൊന്ന് കേൾക്ക്, ഒരു ശകലം വെളിച്ചെടുത്തില്ല, ആ കഷത്തിലൊന്ന് തേക്കി, ഭയങ്കര സ്മെല്ലാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ചെയ്തു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ ആ വിയർപ്പൊക്കെ താന്ന് ഞാനങ്ങനെ വീണ്ടും ആ ചേച്ചിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കണ്ടോ നേരത്തെ മണം നിനക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ വളരുന്ന പ്രായത്തിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്നതായിരിക്കണം. കാലങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരും. അപ്പോൾ നമ്മൾ തന്നെ മാറാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത കുട്ടികൾക്ക് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മമാരാണെങ്കിലും അപ്പന്മാരാണെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം അതിൽ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ മക്കൾ മറ്റുള്ളവരുടെ മുൻപിൽ പോയിട്ട് എന്താ പറയുക, നാണം കെടുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അടുത്തൊരു സ്റ്റെപ്പാണ് പല്ല്. കാരണം നമ്മൾ കാലത്തും വൈകിട്ടും ബ്രഷ് ചെയ്താലും ചിലവർക്ക് തലയിലുള്ള കേട് മൂലം വായിൽ നിന്ന് സ്മെല്ല് വരും. നമ്മളൊരു പൊതുസ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആളുകളുടെ മുൻപിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഒരു രണ്ടടി പിന്നോട്ട് മാറും. എനിക്കൊരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാനന്ന് ഉള്ളി ചുമയായിരുന്നു, ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ഒരു 2-3 കടിച്ച് തുളസിയോടൊപ്പം കടിച്ച് തിന്നിട്ട് ഞാനങ്ങ് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. ഞാൻ വായ ഒന്ന് കഴുകാനെന്നുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഒരു കടയിലേക്ക് ഒരു സാധനം കൊണ്ട് ചെന്ന വഴിക്ക് തന്നെ ആ ചേച്ചി പെട്ടെന്ന് പുറകോട്ടാഞ്ഞു.
അപ്പോൾ എനിക്കെന്തോ പെട്ടെന്നൊരു വിഷമം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ പുറകോട്ട് മാറി എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭയങ്കര ഉള്ളിയുടെ മണമാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് തന്നെ ചുമയുടെ ആധിക്യം കൊണ്ട് അത് തിന്നിട്ട് ഞാൻ ചവച്ചരച്ചിങ്ങ് പോരുമായിരുന്നു, ഞാൻ വായ കഴുകിയില്ല, അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ നിന്ന് തന്നെ വെള്ളം വാങ്ങിച്ച് ഞാൻ കഴുകി കേട്ടോ. അപ്പോൾ അത് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ, ജോലിസ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു സ്മെല്ല് ഉപദ്രവമായിട്ട് മാറരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഒരാളിപ്പോൾ ഒരു കാര്യം പറയാൻ വരികയാണ്, അപ്പോഴേക്കും ആ വ്യക്തിനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എനിക്കുള്ള ദോഷമുള്ള എന്തോ ആണ് ആ പുള്ളിക്കാരത്തി പറയാൻ വരുന്നത്, അങ്ങനെയുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളൊരു കാര്യം ആരുടെയും നിന്നും കേൾക്കാനും പോകുന്നില്ല, നിങ്ങളുടെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് എന്ത് കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഒരു കയറി താമസമാണ്, അപ്പോൾ അവിടെ ചെന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങൾ കണ്ട് അതിങ്ങനെ ഫീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു 10 പേർക്ക് കോപ്പി അടിച്ച് കൊടുക്കുക. ഒരു കല്യാണ വീടായിക്കോട്ടെ, അവിടെ നിന്നായാലും കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് 10 പേർക്ക്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഗുണമുണ്ടോ? നമുക്ക് ഒരു ഗുണവും ഇല്ല. ഇനി ഏതെങ്കിലും ഫുഡ് കഴിക്കുകയാണ്, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ നമുക്ക് തുറന്നു പറയാം. പക്ഷെ ചിലർ എന്തിനും ഏതിനും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന, എല്ലാത്തിലും ഒരു നെഗറ്റീവ് കാണുന്നൊരു മെൻറ്റാലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണമെന്നറിയോ? എൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായതെങ്കിൽ എന്ന് ചിന്തിക്കണം. തെറ്റാണെന്ന് നമ്മൾ പറയണം, പക്ഷെ അത് എല്ലാ കാര്യത്തിലും നെഗറ്റിവിറ്റി കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ ആരും സ്വീകരിക്കത്തില്ല, സമൂഹത്തിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കാം, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഒരഭിപ്രായം പറയാം. അവർ വേറെ ഏതോ ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ വീണ്ടും ഡിസ്റ്റർബൻസ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതും നമ്മളെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ വിഘടിച്ച് കളയും. കാരണം ഇതുപോലെ തന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരികളൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പണി കാണിക്കണത്. അപ്പം അന്നേരം എൻ്റെ കൂട്ടുകാരികൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു മാനദണ്ഡം വരുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പോയിട്ടൊരു പൂള് വെച്ച് വർത്തമാനം പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിപ്പോരും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ജിനി നീ എല്ലാം കൊണ്ടും ഓക്കെയാണ്, പക്ഷേ ഈ ഒരു കാര്യം അത് നീ മാറ്റിയില്ലെങ്കിൽ നിനക്ക് നാളെ കരയേണ്ടി വരും. കാരണം നിന്നെ ഒരു ഗ്രൂപ്പിൽ നിർത്തുകയാണെങ്കിൽ നീ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ 4 ചോദ്യങ്ങളായിട്ട് ചോദിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ അത് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് അവൾക്കത് പറയാൻ തോന്നിയത്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ നന്മ മാത്രം കാംക്ഷിച്ചത് കൊണ്ടാണ് എൻ്റെ ആ കൂട്ടുകാരത്തി അതിനോട് തുറന്ന് പറഞ്ഞത്. അല്ല എൻ്റെ തിന്മയാണ് കാംക്ഷിച്ചതെങ്കിൽ ഒരിക്കലും അതങ്ങനെ അങ്ങ് തുടർന്ന് പോയിക്കോട്ടെ, എല്ലാവരുടെയും കൂടെയും കൂടണ്ട എന്നുള്ളൊരു ചിന്താഗതി വന്നേനെ. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോടൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് 2 തവണ ഞാൻ ചെയ്തു കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അതെന്താ ജിനി ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ജിനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ നീ സംസാരിച്ചോ. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് എനിക്ക് 1-2 പേരുടെ പൈസ വരാനുണ്ടായിരുന്നു ഗൂഗിൾ പേ വഴി. അപ്പം അന്നേരം അത് വന്നാണ് ഈ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവൾ പറയണതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതൊരു മാനസികമായിട്ട് വേദനയായി മാറി. അപ്പം ഞാൻ അവളെ കേൾക്കുന്നില്ല. അവൾ പറയുന്നത് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് ഞാൻ മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നു. ആ ഒരു ഇത് കേട്ടോടുകൂടി 1 വർഷം മുന്നേ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഞാൻ കേട്ടോടുകൂടി തന്നെ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഫോൺ അവിടെ വെച്ച് സോറി പറഞ്ഞു. പിന്നെ 2 പേരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കഴിവതും ഫോൺ എടുക്കത്തില്ല. ഫോൺ വന്നാൽ തന്നെ 1 മിനിറ്റ് കേട്ടോ, ഞാൻ ഫോൺ വിളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നത് ഇതൊന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ സംസാരിക്കാം, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ ഒരു 3-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് നമ്മളെ തട്ടിമാറ്റുന്നൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കൂട്ടുകാരെ കിട്ടും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര നല്ലത് ചെയ്താലും അല്ലെങ്കിൽ ഞാനിതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താലും നമ്മൾ വിശ്വസിക്കാത്ത കുറേ ജനങ്ങളുണ്ട്. അവരെയൊന്നും വിശ്വസിപ്പിക്കാണ്ട് ശ്രമിക്കുകയും ചെയ്യരുത് കേട്ടോ. താങ്ക് യു.